നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഴുത്തും വായിക്കുവാനും അറിയുന്നവർക്ക് അംഗനവാടി ഹെൽപ്പർ ജോലി. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ICDS പ്രൊജക്ട് പരിധിയിലുള്ള ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ള NCA ഒഴിവുകളിൽ നിയമനം നടത്തുന്നു. ഇതിനായി പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള മുസ്ലിം, ധീവര, ലാറ്റിൻ കത്തോലിക്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: അപേക്ഷകർ 18-നും 46-നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം: അപേക്ഷ ജൂൺ 25-ന് വൈകിട്ട് 5-നകം മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ICDS ഓഫീസിൽ നൽകണം. മുസ്ലിം, ധീവര, ലാറ്റിൻ കത്തോലിക്, ആംഗ്ലോ ഇന്ത്യൻ സംവരണ വിഭാഗത്തിന് മാത്രം തയ്യാറാക്കുന്ന സെലക്ഷൻ ലിസ്റ്റുകൾ 2024 മാർച്ച് 6-ന് ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൽ നിലവിൽ വന്ന ഹെൽപ്പർ സെലക്ഷൻ ലിസ്റ്റിൻ്റെ കാലയളവിൽ ഈ വിഭാഗക്കാർക്കായി നീക്കിവെച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതുവരെ മാത്രം പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. മാസം 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം. കേരള വാട്ടർ അതോറിറ്റിയിൽ അവസരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കേരള ഗവൺമെൻറ് സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. വേക്കൻസി ഡീറ്റെയിൽസ് ഫോർ കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 3 ഒഴിവുകളാണ് ആകെ ഉള്ളത്. ഏജ് ലിമിറ്റ്: 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. ഉദ്യോഗാർത്ഥികൾ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പിന്നാക്ക വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രായപരിധിയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech ബിരുദം അല്ലെങ്കിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച സ്ഥാപനത്തിൽ നിന്നും തത്തുല്യം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഇന്ത്യ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് പരീക്ഷയുടെ സെലക്ഷനുകളിൽ ABയിൽ വിജയിക്കുക. സാലറി: കേരള വാട്ടർ അതോറിറ്റി റിക്രൂട്ട്മെൻറ്റ് വഴി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 54,000 രൂപ മുതൽ 1,18,000 രൂപ വരെയാണ് ശമ്പളം. ശമ്പളത്തിനു പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. സെലക്ഷൻ: 1 OMR പരീക്ഷ, 2 ഷോർട്ട് ലിസ്റ്റിംഗ്, 3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, 4 വ്യക്തിഗത ഇൻ്റർവ്യൂ. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് 126/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. അതിനുശേഷം അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കേരള യൂണിവേഴ്സിറ്റിയിൽ DTP ഓപ്പറേറ്റർ ജോലി നേടാം. കേരള യൂണിവേഴ്സിറ്റി പ്രസ് DTP ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു. വേക്കൻസി: DTP ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് 1 ഒഴിവാണുള്ളത്. 11 മാസത്തേക്ക് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഏജ് ലിമിറ്റ്: 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. പ്രായം 2024 ജനുവരി 1 അനുസരിച്ച് കണക്കാക്കും. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സിളവ് ലഭിക്കുന്നതാണ്.
ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ഓർ DCA അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ KGTE, MGTE ലോവർ അല്ലെങ്കിൽ VHSC പ്രിൻറ്റിംഗ് ടെക്നോളജി അംഗീകൃത സ്ഥാപനം നൽകുന്ന DTP സർട്ടിഫിക്കറ്റ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. സാലറി DTP ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 23,000 രൂപയാണ് മാസശമ്പളം. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2024 ജൂൺ 24 രാവിലെ 9 മണിക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്, പാളയം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാകണം. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒരു പകർപ്പ് കൈവശം കരുതണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച പൂരിപ്പിച്ച അപേക്ഷാ ഫോറം, ID പ്രൂഫ് എന്നിവ ഇൻ്റർവ്യൂവിൽ നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സന്ദർശിക്കുക. അപേക്ഷാ ഫോറം നോട്ടിഫിക്കേഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിൽ ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാൻ സുവർണാവസരം. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള PSC വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. സ്ഥാപനം കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 130/2024. ശമ്പളം 37,000 തൊട്ട് 70,000-80,000 രൂപ വരെ. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ. ഒഴിവുകളുടെ എണ്ണം, ശമ്പളം, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഒഴിവുകൾ 3. വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ BA, BSc, BCom or equivalent 3 years degree. 2. 3 years experience in programming and computer operation under a public sector undertaking or an industrial undertaking recognized under the Companies Act. എങ്ങനെ അപേക്ഷിക്കാം? ഉദ്യോഗാർത്ഥികൾ കേരള PSC വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. തുർക്കിയിൽ ജോലി കേരള സർക്കാർ കൊണ്ടുപോകും. 1.5 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങാം. കേരള സർക്കാർ സ്ഥാപനമായ ഓഡെപെക് മുഖേന തുർക്കിയിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ്. തുർക്കി ഷിപ്പ്യാർഡിലേക്കാണ് ജോലിക്കാരെ നിയമിക്കുന്നത്. QA, QC എഞ്ചിനീയർ ഒഴിവുകളിലേക്കാണ് അവസരം. ഇംഗ്ലീഷിൽ നന്നായി ആശയവിനിമയം നടത്താൻ കഴിവുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെട്ട മേഖലയിൽ BTech ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലും കമ്മീഷൻ ചെയ്യുന്നതിലും കുറഞ്ഞത് 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. കപ്പൽശാലകളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന ലഭിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനം ആവശ്യമാണ്. പൈപ്പിംഗ്, QA ആൻഡ് AC എഞ്ചിനീയർ. ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട മേഖലയിലെ BTech ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഒഴിവുകൾ 1. പൈപ്പിംഗ്, ഫാബ്രിക്കേഷൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. ഇലക്ട്രിക്കൽ QA ആൻഡ് QC എഞ്ചിനീയർ. ബന്ധപ്പെട്ട മേഖലയിൽ BTech ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഒഴിവുകൾ 1. ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിങ്ങിലും കമ്മീഷനിങ്ങിലും കുറഞ്ഞത് 5 വർഷത്തെ പരിചയം. ശമ്പളം പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ $1,500 മുതൽ $2,000 വരെ ശമ്പളമായി ലഭിക്കും. 1.25 ലക്ഷം മുതൽ 1.67 ലക്ഷം വരെ. ഇതിനു പുറമെ സൗജന്യ താമസം, ഇൻഷുറൻസ്, ശമ്പളത്തോടുകൂടി 1 മാസത്തെ അവധി, വിമാന ടിക്കറ്റ് എന്നിവയും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിശദമായ CV, പാസ്പോർട്ടിൻ്റെ പകർപ്പ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം
eu@odepec.in എന്ന മെയിൽ ID-യിലേക്ക് ജൂൺ 27 മുമ്പ് മെയിൽ അയക്കണം. സബ്ജക്റ്റ് ലൈനിൽ QA ആൻഡ് QC എഞ്ചിനീയർ ടു ഷിപ്പ്യാർഡ് ഇൻ തുർക്കി എന്ന് രേഖപ്പെടുത്തണം. സംശയ നിവാരണത്തിന് 047123294440, 23294441, 7736496574 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.